He is none other than my creation, Chitti, the robot. Speed 1 terahertz, memory 1 zettabyte. iPhone 16 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മാരക അപ്ഡേറ്റ് അല്ലെങ്കിൽ ഗംഭീര അപ്ഗ്രേഡ് എന്ന് തീർച്ചയായിട്ടും പറയാം. iPhone 16 Pro Maxലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഇത് 15 Pro Max ആണ്. ഇതുമായിട്ട് നോക്കിയാൽ വലിയ കാര്യമായ വ്യത്യാസം ഇല്ലല്ലോ എന്ന് തോന്നും. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ ആദ്യം അടിച്ചേരി ഞാൻ ഒരു മാറ്റവും ഇല്ലല്ലോ. ഡിസൈനിൽ എന്താണ് മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ സൈസ് കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. 6.7 ഇഞ്ച് ആയിരുന്ന ഡിസ്പ്ലേ ഇപ്പോൾ 6.9 ഇഞ്ചായി. ഇനി ഒരാൾക്ക് കുറഞ്ഞു പോയെന്ന് കംപ്ലൈന്റ് വേണ്ട. ഇതെന്താണ് യൂണിഫോമാ? എനിക്കെന്തെങ്കിലും മാറ്റണ്ടോ? ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായിപ്പ് കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. പക്ഷെ പ്രശ്നമില്ല, എന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ അവർക്ക് ചുട്ട മറുപടി കൊടുത്തോളും. കഴിഞ്ഞ വർഷം 1,59,000 റേഞ്ചിലായിരുന്നു ഇതിന്റെ പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇത്തവണ അത് 1,44,900 45,000 രൂപ റേഞ്ചിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടി പോയി. എത്രക്കാലും കാളാനല്ലേ ഈ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യൂലേ? സാർ ഒരു അല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. പക്ഷെ ഇവനെ ഞാനങ്ങ് പൊക്കി 1.10. So you're rich? No, my father is rich. Hey Siri, open WhatsApp. എന്തിനാണ് ഈ ഫോൺ ഞാൻ എടുത്തത്? പട്ടി ഷോ കാണിക്കാൻ, വേറെ ഒന്നിനുമല്ല. 16ലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ഡിസൈനിൽ ആ ക്യാമറ മോഡ്യൂളും കാണാൻ നോക്കിയാൽ പുതിയൊരു ഡിസൈനിൽ ഈ പറഞ്ഞ പുതിയ കളറുകളിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. ജാതി പൊട്ടന്മാർ കണ്ണിന്ന് വെള്ളം തെറിക്കുന്ന സ്മൈലി 3 നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ ഡിസൈൻ വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ആപ്പിളിന് പറയാനില്ല. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. നറാച്ചിയിൽ 2 പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. തന്റെ നഷ്ടത്തിന്റെ കനമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും എന്റെ നഷ്ടത്തിന്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നു മുതല് നീ നിന്റെ നഷ്ടത്തിന്റെ കണക്കെടുക്കാൻ തുടങ്ങും.